അയ്യോ മിസ് യു. ദൈവം ഇതാരത്? ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാൻ കാരണം ഇന്ന് ഫെബ്രുവരി 14 മോർണിംഗ് ആണ്. ഈ ഒരു ഡെക്കറേഷൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ സർപ്രൈസിൻ്റെ ഡെക്കറേഷൻസൊക്കെയാണ്. അതെല്ലാം അതേപടി ഇരിപ്പുണ്ട്. നമ്മുടെ റൂമിലേക്ക് മോർണിംഗ് ലൈറ്റ്സൊക്കെ വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മുടെ റൂമിൽ ലൈറ്റൊക്കെ വന്നു, സെറ്റായി. ടുഡേ ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ. ഒരു സ്പെഷ്യൽ ഡേ ആണ്. വാലൻറ്റൈൻസ് ഡേ എന്നതുള്ളതല്ല ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് എൻ്റെ ലൈഫിലെ എൻ്റെ മോസ്റ്റ് ഫേവററ്റ് പേഴ്സണ്, എൻ്റെ ഏറ്റവും ഫേവററ്റായ ക്ലോസ് ടു മൈ ഹാർട്ടായ ഒരു പേഴ്സണെ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നതാണ്. കമ്പനിയിൽ കണ്ടവർക്ക് മനസ്സിലാവും, ആളുടെ പേര് മേഘ എന്നാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. 5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോണത്. കഴിഞ്ഞ സാറ്റർഡേ, അതായത് ഫെബ്രുവരി 8 അവളുടെ മാരേജ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി മാരേജിന് പോകാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളും കുറച്ച് തടസ്സങ്ങളും വന്നതുകൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. നാളെ ആളെ തിരിച്ച് കാനഡക്ക് പോകണേണ്. സോ ഇന്ന് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്തെങ്ങും ഒരു മീറ്റിംഗ് നടക്കുമെന്ന് തോന്നുന്നില്ല. ആള് മാരേജായിട്ട് ലീവ് എടുത്ത് നാട്ടിൽ വന്നതാണ്. കാനഡയിലായിരുന്നു. കഴിഞ്ഞ 4 വർഷത്തോളം ആൾ കാനഡയിലായിരുന്നു. മാരേജായിട്ട് ആൾ നാട്ടിൽ വന്നതാണ്. മാരേജ് കഴിഞ്ഞു. നാളെ ആൾ തിരിച്ച് പോകണതാണ് കാനഡക്ക് ഹസ്ബൻഡുമായിട്ട്. ഹസ്ബൻഡ് ഓൾസോ കാനഡയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ നാളെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുമെന്ന് അറിയില്ല അടുത്തെങ്ങും. സോ ഇന്നത്തെ ഒരു ദിവസം വളരെ മോസ്റ്റ് പ്രഷ്യസ് ആണ്, വളരെ സ്പെഷ്യലാണ്. അതാണ് ഞാൻ രാവിലെ വന്ന് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. കാരണം കുറച്ച് ഹറിബറിയുള്ള ദിവസമാണ്. ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി എന്താണെന്ന് ഷോർട്ടാക്കി ഒരു കുട്ടി സ്റ്റോറി ആയിട്ട് പറയാം. സോ ഇറ്റ്സ് എ സ്റ്റോറി ടൈം. വർഷം 2019. ഞാൻ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയം. ആ സമയത്താണ് ഒക്ടോബർ മാസം ലാസ്റ്റ്, നവംബർ സ്റ്റാർട്ടിങ്, ആ ഒരു സമയത്താണ് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ ഇന്റേൺഷിപ്പിന് വേണ്ടി നമ്മുടെ എറണാകുളത്തുള്ള ഓഫീസിലേക്ക് വരുന്നത്. സോ അവിടെയാണ് ഞങ്ങൾ തമ്മിലുള്ള കഥ തുടങ്ങുന്നത്. വന്നപ്പോൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പൊതുവേ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു, ജസ്റ്റ് ഹായ് ബൈ റിലേഷൻ. ആ ഒരു റിലേഷൻ പിന്നെ എങ്ങനെ വളർന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ഗ്രാജുവലി ആയിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വളർന്നത്. കാരണം ആ ഒരു നവംബർ സ്റ്റാർട്ട് ടു ജാനുവരി വരെ ആ ഒരു 3 മാസക്കാലമായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ആ സമയങ്ങൾ ആ 3 മാസക്കാലമാണ്. വെറും 3 മാസത്തെ ഇൻറ്റേൺഷിപ്പിനാണ് ആൾ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ആ ഒരു സമയത്താണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് പരസ്പരം ഒന്നും ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവിടെ വളർന്നു വന്നു. നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ്, ആ സമയത്ത് 2020 ന്യൂ ഇയർ സെലിബ്രേഷൻസിനൊക്കെ ആളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടി. ആൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഫാമിലി ആയിട്ടും വളരെ അറ്റാച്ച്ഡ് ആയി. ജാനുവരിയിൽ ആളുടെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ആൾ തിരിച്ച് ആളുടെ നാടായ കോഴിക്കോട്ടേക്ക് പോയി. ആൾ പോയ ശേഷമാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരത്തി നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലായത്. ഐ ആം സോ ഇമോഷണൽ. നമുക്ക് അപ്രതീക്ഷിതമായിട്ടൊരു കിട്ടിയ ഫ്രണ്ടിനെ പുള്ളിക്കാരത്തി ഓഫീസിൽ നിന്ന് പോയ ശേഷമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് കടന്നു പോയതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കിയത്. സോ മാർച്ചിൽ ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗൺ ആയപ്പോഴേക്കും കംപ്ലീറ്റ്ലി നമ്മുടെ കോണ്ടാക്റ്റ് ത്രൂ കംപ്ലീറ്റ്ലി ഫോണിലായിരുന്നു. എന്ത് വിശേഷം ഉണ്ടെങ്കിലും വിളിച്ച് പറയുക. അപ്പോഴേക്കും എൻ്റെ മാരേജ് ഫിക്സ് ആക്കി. സോ മാരേജിൻ്റെ സമയത്ത് കോഴിക്കോട് നിന്ന് ആൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. കാരണം അത്ര ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കാരണം ലോക്ക്ഡൗൺ. ഈ സമയത്തൊക്കെ പുള്ളിക്കാരത്തേക്ക് എൻ്റെ മാരേജും ആൾക്ക് കൂടാൻ പറ്റിയില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആൾ പിന്നെ കാനഡയിലേക്ക് പോയി. ഹയർ സ്റ്റഡീസ്, ജോബ്, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട്. അപ്പോഴും നമ്മുടെ കോണ്ടാക്റ്റ് റെഗുലറായിട്ട് കോണ്ടാക്ട് ചെയ്യണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള കോണ്ടാക്റ്റിന് ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ പോലും, അതായത് ചിലപ്പോൾ കുറച്ച് നാളുകൾ വിളിച്ചില്ലെങ്കിലും പിന്നെ ഒരു ദിവസം വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് തോന്നാത്ത രീതിയിലായിരുന്നു ഞങ്ങളുടെ ബോണ്ട്. പറയാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയും കുറേ വിശേഷങ്ങളുണ്ടാവും. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓടി വിളിക്കാൻ വേണ്ടി ഒരാൾ.
അങ്ങനെ 4 വർഷം കടന്നുപോയി. ആള് നാട്ടിൽ മാരേജിനായി ലീവ് എടുത്ത് വന്നു. അൺഫോർച്ചുനേറ്റ്ലി മാരേജിന് പോകാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോണേണ്. കാരണം നാളെ ആള് തിരിച്ച് കാനഡക്ക് പോണേണ്. ഇന്ന് എനിക്ക് മീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ന് മീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും പോകാൻ വേണം. ഞാനും ഹസ്ബൻഡും കൊച്ചും കൂടെ പോകാൻ പോണേണ്. കോട്ടയം ഏറ്റുമാനൂരാണ്. സോ ഒരേ ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ മനസ്സിൽ വെക്കുന്നുള്ളൂ. ആളെ കാണുമ്പോൾ ഒരു കാരണം വെച്ചാലും കരയില്ല. ഒരു കാരണം വെച്ചാലും ഞാൻ ഇമോഷണലി, കാരണം എനിക്ക് വല്ലാത്ത എക്സൈറ്റഡ് ആണ് ഞാൻ പെട്ടെന്ന് ഞാൻ കരയും. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷേ അവളുടെ മുമ്പിൽ ഞാൻ ഹാപ്പി ആയിട്ട് പിടിച്ചു നിൽക്കും. കരയാതെ ആ ഒരു അങ്ങനെ കരയില്ല ഞാൻ. അത് എനിക്ക് തന്നെ ഞാൻ കൊടുത്ത പ്രോമിസാണ്. കരയില്ല ഞാൻ. ഹാപ്പി ആയിട്ട് ഞാൻ നിൽക്കും. സോ ആ ഒരു മീറ്റിന് വേണ്ടിയുള്ള ഒരു യാത്രയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു യാത്രയിലേക്ക്, ഞങ്ങളുടെ ആ ഒരു ജേർണിയിലേക്ക് വെൽക്കം. സോ എഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ പോകുന്നത് ചെറുക്കൻ്റെ വീട്ടിലാണ്. അതായത് മേഘയുടെ ഹസ്ബൻഡ് ജെറിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കോട്ടയം ഏറ്റുമാനൂർ. ഇപ്പോൾ മാറ്റിക്കോട്ടെ. കോട്ടയം ഏറ്റുമാനൂർ. നമുക്കപ്പോൾ ആ വീടും ആ ആൾക്കാരും കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച് ആണ്. അതുകൊണ്ട് എത്രത്തോളം വിഷ്വൽസ് അവിടെ പോയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ ഒരു മൊമെൻറ്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ നമ്മുടേതായ ഒരു ചെറിയൊരു മാനേഴ്സ് കീപ്പ് ചെയ്യണ്ടേ ചെന്നിട്ട്. ഒന്നാമത്തെ ഒരു പുതിയ വീടല്ലേ. മേഘക്കും ആ വീട് പുതിയതാണ്. കാരണം കഴിഞ്ഞ സാറ്റർഡേ അവരുടെ മാരേജ് കഴിഞ്ഞുള്ളൂ. എനിക്ക് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച് ആണ്. ഞാൻ ജെറിനെ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും പറ്റുന്ന മൊമെൻറ്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാം. അയ്യോ എനിക്ക് വയ്യ. ടെൻഷനാണോ, സന്തോഷമാണോ, എക്സൈറ്റ്മെൻ്റ് ആണോ, എന്താണ് ഫീലിങ്സ് എന്ന് അറിയാൻ പാടില്ല. ഞാൻ വല്ലാതെ ഇമോഷണലാണ്. എൻ്റെ നെഞ്ചൊക്കെ വല്ലാണ്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ജസ്റ്റ് ഫിംഗർ ക്രോസ്ഡ്. സോ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു അവർ ജേർണി. ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാൻ പോണേന്. ഞങ്ങളുടെ വണ്ടിയിലാണ് ഞങ്ങൾ പോണത്. ആഞ്ചലീനയൊക്കെ റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നതാണ്. ഫോട്ടോട്ടമ്മ. അങ്ങനെ അമ്മയോട് യാത്ര ചെയ്യാൻ പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല കത്തണ വെയിലായിരുന്നു. അതുകൊണ്ട് ഫുള്ള് കവർ ചെയ്ത് ഒരു ജാദു ഗെറ്റപ്പിലായിരുന്നു ഞാൻ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ്. കാരണം ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ അത് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പോവാൻ. സംഭവം കയ്യിൽ കിട്ടി. ഇനി നേരെ വണ്ടി കോട്ടയം ഏറ്റുമാനൂർക്ക്. ലോങ് ഡ്രൈവിൻ്റെ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മളൊരു തണൽ കണ്ടപ്പോൾ നിൽക്കുന്നതാണ് ഇവിടെ. കാരണം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴൊക്കെ നമ്മുടെ ആൾ ഉറങ്ങി. അപ്പോൾ ആളെയും കൊണ്ട് ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. ആൾ കംഫർട്ടബിളായിട്ട് ഉറങ്ങണില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് വണ്ടി നിർത്തി ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് 45 മിനിറ്റ്സേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് എത്തും. ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കണം. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ഗൂഗിൾ ചെയ്തെടുത്തി ഒന്ന് വട്ടം കറക്കിച്ചു. കാരണം ഒരു റൂട്ട് ശബരിമലക്ക്, ഒരു റൂട്ട് ഏറ്റുമാനൂർക്ക്, ഒരു റൂട്ട് കോട്ടയത്തേക്ക്. സോ ആ ഭാഗത്ത് കിടന്ന് കുറച്ചൊന്ന് വട്ടം കറങ്ങി. പക്ഷേ നമ്മൾ കൃത്യമായ സ്ഥലത്തെത്തി. ഇതാണ് വീടെന്ന് തോന്നുന്നു. നമുക്ക് കറങ്ങി തിരിഞ്ഞ് ഏതൊക്കെയോ വഴി കയറി ഗൂഗിൾ ചെയ്തെടുത്തി പറഞ്ഞ വഴി കയറി എത്തിയിട്ടുണ്ട്. ഇതാണ് വഴിയെങ്കിൽ ഇപ്പം തുറന്ന് അവൾ ഇറങ്ങും. പിന്നെ വേറെ വല്ലവരുടെ വീടിൻ്റെ വാതിക്കലാണോ എന്തോ. ദൈവം ഇതാരത്? ആരാണെന്നാ പറഞ്ഞത് മമ്മ? അവളോ മേഘാൻറ്റി.
ദേ ഇതാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ്. മാരേജിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇതൊക്കെയായിരുന്നു അവിടുത്തെ നല്ല നല്ല മൊമെൻറ്റ്സ്. വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സമയത്ത് കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് മാത്രം ക്യാപ്ചർ ചെയ്തു. കുറേ നേരം ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അവിടുന്ന് ഊണും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനി നേരെ വീട്ടിലേക്ക്. കുറച്ച് ലോങ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയാണ് പോയത്. പോകുന്ന വഴി ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഒന്നിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. സോ ഇറ്റ്സ് ടീ ടൈം. നല്ലൊരു ചായ കുടിച്ചപ്പോഴേക്കും നമ്മുടെ മൈൻഡും ബോഡിയും ഫുള്ള് ഒന്ന് റിലാക്സ്ഡായി. അല്ലെങ്കിലും ഈ ലോങ് ജേണിക്കിടയിൽ ഇടയ്ക്കുള്ള ഈ ഒരു ചായ കുടി നല്ല സുഖമുള്ള ഏർപ്പാടാണ്. ഇത്ര നേരം യാത്ര ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണം മാറും, ബോഡി ഫുള്ളൊന്ന് റിലാക്സ്ഡ് ആവും. ഇനി നേരെ വീട്ടിലേക്ക്. സോ നമ്മുടെ ലോങ് ജേണി കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചെത്തി. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ തിരിച്ചതാണ്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ 8 മണിയോളമായി. ഞങ്ങൾ പലയിടത്തായിട്ട് നിർത്തി റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ച് പിന്നെയും കുറച്ച് മൂവ് ചെയ്ത് ഇടയ്ക്ക് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് തിരിച്ച് വന്നത്. പിന്നെ തിരിച്ച് വരുന്ന വഴി വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒന്ന് പള്ളിയിലും കയറി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും 8 മണിയോളം ആയി. ആകെ ടയേർഡാണ്. നല്ല രീതിയിൽ യാത്രാക്ഷീണവും ഉറക്കക്ഷീണവും ഒക്കെ ഉണ്ട്. പക്ഷേ ഐ ആം സോ ഹാപ്പി. ആൾ നാളെ 8 മണിക്കാണ് ആളുടെ ഫ്ലൈറ്റ്. അവൾ തിരിച്ച് പോകുന്നതാണ്. വളരെ ഹാപ്പിയായി. അവളായിട്ടുള്ള കുറച്ച് മൂമെൻറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ. 5 വർഷത്തിന് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്തു, ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. കല്യാണം കൂടാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇപ്പം തോന്നി അന്ന് കല്യാണത്തിന് പോകാൻ ഞാൻ നന്നായിരുന്നു. കാരണം ഒരുപക്ഷെ അന്ന് പോയിരുന്നെങ്കിൽ ഇതേപോലെ ഇത്രത്തോളം അടുത്ത് നമുക്ക് സംസാരിക്കാനോ ഒന്നിരുന്ന് വർത്തമാനം പറയാനോ വിശേഷങ്ങൾ ചോദിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ജസ്റ്റ് കയറി കണ്ട് പെട്ടെന്ന് പോരേണ്ടി വന്നാനേ. ഇന്നിപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി ജെറിൻ്റെ ഫാമിലിയെ കണ്ട് സംസാരിച്ചു, ജെറിനോട് സംസാരിച്ചു. സോ ആ ഒരു മൊമെൻ്റ് ഇന്നുണ്ടായി. ഐ ആം സോ ഹാപ്പി. ഞാൻ എനിക്ക് തന്നെ കൊടുത്ത പ്രോമിസ് ഞാൻ പാലിച്ചു. ഞാൻ അവളുടെ മുമ്പിൽ കരഞ്ഞില്ല, വളരെ ഹാപ്പി ആയിട്ട് പിടിച്ചു നിന്നു. അവൾ കുറച്ച് ഇമോഷണൽ ആയ പോലെ എനിക്ക് തോന്നി ഞങ്ങൾ മീറ്റപ്പ് ചെയ്ത ആ ഒരു മൊമെൻറ്റിൽ. ബട്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ടാണ് പോയത്. ശരിക്കും വളരെ ഇമോഷണലായിരുന്നു ഞാൻ ആ മൊമെൻറ്റിൽ. ഞാൻ കരയില്ലെന്ന് ഓൾറെഡി ഞാൻ പ്രോമിസ് ചെയ്തിട്ടല്ലേ പോയത്. അത് ഞാൻ പാലിച്ച്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫീലിങ്സ് അടച്ചു വെച്ചതാണ് ഞാൻ. കാരണം ഒരിക്കലും അവളെ കാണുമ്പോൾ കരയരുതെന്ന് എനിക്ക് തന്നെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പാലിച്ചു. വളരെ ഹാപ്പിയായി. എനിക്കറിയാൻ പാടില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കൺവേ ആവുമെന്ന്. ഇങ്ങനൊരു ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് ആ ഒരു പെയിൻ മനസ്സിലാവും. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് ഞങ്ങളുടെ ബോണ്ടിന് ഒരിക്കലും ബാധിക്കില്ല. എന്നാലും ഡിസ്റ്റൻസ് ഇസ് ഡിസ്റ്റൻസ്. സോ അപ്പോൾ നാളെ അവർ പോണേണ് കാനഡക്ക്. എന്തായാലും നമ്മുടെ വീഡിയോ 2 ദിവസത്തിനുള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മുടെ വളരെ ഹാപ്പി ആൻഡ് വളരെ ഹാപ്പിയായ ഒരു മീറ്റപ്പ് ഡേ. ഒരു 5 വർഷം കഴിഞ്ഞുള്ളൊരു മീറ്റപ്പ് ഡേ. നമ്മളവിടെ ചെന്നിട്ടുള്ള അധികം മൊമെൻറ്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഓൾറെഡി നമ്മൾ ഡൗട്ടിലായിരുന്നു. കാരണം പുതിയൊരു വീടല്ലേ, നമുക്ക് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചേഴ്സ് അല്ലേ അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസ് ഒന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ്സ് ഓക്കെ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാനും മുത്തും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ്. ആ ഒരു മൊമെൻ്റ് കിട്ടി. ഐ ആം സോ ഹാപ്പി. ഇനി അടുത്ത ലീവിന് അവൾ വരും വരെ ഓർത്തിരിക്കാൻ വേണ്ടി ആ ഒരു മൊമെൻ്റ് മാത്രം മതി. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ എങ്ങനെ വൈൻഡപ്പ് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയായ ഏറ്റവും പ്രഷ്യസ് ആയൊരു മൊമെൻ്റ് നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രം. അത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ. നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ആൻഡ് താങ്ക് യു.